ഹലോ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കണ്ടൊരു കാര്യമാണ്. ഇതെൻ്റെ ലൈഫിൽ എനിക്ക് റിലേറ്റബിൾ ആണെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാം. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയും, ഇവരൊക്കെ എന്ത് ജാട തെണ്ടികളാണ്, ഇവരൊക്കെ മനുഷ്യരോട് മിണ്ടിക്കൂടെ എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് ഏതെങ്കിലും ഒരു സൂപ്പർവൈസർ നമ്മൾ ഇവരോട് മിണ്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത്ര തങ്കപ്പെട്ട പയ്യനാണല്ലോ നമ്മൾ ജാട തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത്. റിഗ്രറ്റ്. വേറെ ചില ആളുമാരുണ്ട് എല്ലാവരുടെയും പൊന്നോമനകളായിരിക്കും, എല്ലാവരുടെയും ഫേവററ്റ് പേഴ്സൺ, എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡിലെ ടിക് 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 വാങ്ങുന്നവർ. ഗൈസേ, നമ്പാതവനെ, ഇവരാണ് നമ്മ പറഞ്ഞ ആ മോസ്റ്റ് ടോക്സിക് പോയിസണസ് പേഴ്സൺ. വേറെണ്ണം പറയാം, എപ്പോഴും സെക്സി ആൻഡ് ഹോട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ പറയും, ആളത്ര വെടുപ്പല്ല, ആ ഡ്രസ്സിന് രീതിയൊക്കെ നോക്കിയേ, ശരിയല്ല ആള് എന്നൊക്കെ പറയും. എന്നും കുളിച്ച് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്ന ഒരു മാന്യ ലുക്കുള്ള ആളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലും ഓഫീസിലും ജോലിസ്ഥലത്തും എല്ലായിടത്തും. ഇങ്ങനെയുള്ളവന്മാരായിരിക്കും ഏറ്റവും വേസ്റ്റ് ക്യാരക്ടർ ആൻഡ് ദ വേസ്റ്റ് പേഴ്സണാലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാൾക്കാരല്ലേ, നമ്പാതെ. നമ്മൾ ഓരോ ആൾക്കാരെയും മനസ്സിലാക്കേണ്ടത് കൂടുതൽ ഇൻട്രാക്ഷൻ വഴി മാത്രമായിരിക്കണം. അല്ലാത്ത പക്ഷെ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്, അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാതെ. ഇപ്പോഴും കോസ്റ്റ്യൂമിൻ്റെ പേരിലും ക്യാരക്ടറിൻ്റെ പേരിലും കളിയാക്കുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ഒരു പേരിട്ട് വിളിക്കും, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ, ശരി, എന്നാൽ ബൈ.